ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇവിടെ ലൈറ്റൊന്നും അത്ര ശരിയല്ല അല്ലേ. ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ്. വരാന്തയിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ മഴ പെയ്യുന്നത്? അപ്പോൾ എനിക്ക് ഈ മഴ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നാട്ടിൽ വെച്ചും അങ്ങനെ തന്നെയാണ്. നാട്ടിൽ വെച്ചും മഴ പെയ്യുമ്പോൾ ഞാൻ വരാന്തയിലൊക്കെ പോയിരുന്ന് കാണാറുണ്ട്. ആ വാഴ ഇലയിലൊക്കെ വെള്ളം വീഴുന്നതും അതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ മഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് കഥ പറയാൻ പറ്റിയൊരു ദിവസമാണ് അല്ലേ. അതിൻ്റെ ഇന്ന് ഉടുത്തിരിക്കുന്ന സാരി കണ്ടോ, ഇത് 37 years ago ഞാൻ വാങ്ങിയൊരു സാരിയാണ്. എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പറയും ചരക്കെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയും. നമ്മുടെ മന്ത്രകോടി വാങ്ങാൻ പോകുന്നതിന് കോതമംഗലത്തുള്ളവരൊക്കെ പണ്ട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണോ പറയുന്നത്. അപ്പോൾ നമ്മൾ മന്ത്രകോടി മേടിക്കാൻ പോകുന്നത് എറണാകുളത്താണ് പോകുന്നത് എൻ്റെ കാലഘട്ടത്തിൽ. അതിന് മുമ്പുള്ളവരൊക്കെ കോട്ടയത്താണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് കോട്ടയത്തായിരുന്നു നല്ല സെലക്ഷനൊക്കെ. പക്ഷേ എൻ്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും എറണാകുളത്ത്, ഇപ്പോഴും നമ്മൾ എറണാകുളത്തൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യമൊന്നും പോവില്ല, ആകെ 2 പ്രാവശ്യം പോകുള്ളൂ. ഒന്ന് സാരികളൊക്കെ വാങ്ങാൻ, പിന്നെ ഒന്ന് ഗോൾഡൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഈ ചരക്കെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കെട്ടുന്ന പയ്യൻ്റെ വീട്ടുകാരും കെട്ടുന്ന ചെറുക്കനും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഇന്ന കടയിലോട്ട് വന്നേരെ എന്ന് പറയും. അപ്പോൾ നമ്മൾ ജയലക്ഷ്മിയിലാണ് പോയത്. അപ്പോൾ നമ്മൾ മന്ത്രകോടി എടുക്കും, പിന്നെ സെക്കൻഡ് സാരി എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ അങ്ങനെ 2 സാരികളാണ് നമ്മളെ കെട്ടുന്ന ചെറുക്കം വാങ്ങുന്നത്. മന്ത്രകോടി എടുത്തു കഴിഞ്ഞിട്ട് കുറേ സാരികൾ നമ്മുടെ വീട്ടുകാർ വാങ്ങും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് വിരുന്നിന് പോകണം, ഹണിമൂണിന് പോകണം, അതിനൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ വാങ്ങിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഷിഫോൺ സാരിയാണ്. ബ്ലൗസ് ഒന്നും ഈ കൂട്ടത്തിലുള്ളതല്ല കേട്ടോ. ഇതൊരു മജന്ത കളറാണ്, ബ്ലാക്കും മജന്ത കളറും. അപ്പോൾ ഈ ബ്ലൗസ് ഒരു പിങ്ക് കളറാണ്. എനിക്കിപ്പോൾ ആ ബ്ലൗസ് മജന്ത കളറായിരുന്നെന്ന് തോന്നുന്നു. അതൊന്നും ഇല്ല, 37 വർഷമായില്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. ഇതിലിങ്ങനെ ഒരു കസവും ഉണ്ട്. ഇത് ബ്ലാക്കും മജന്ത ആയതുകൊണ്ട് നല്ല ഇണങ്ങുന്ന ഒരു സാരിയായിരുന്നു. അപ്പോൾ 37 years ആയിക്കഴിഞ്ഞപ്പോൾ ആ സാരിയും മങ്ങിപ്പോയി. അതുപോലെ തന്നെ എനിക്കിപ്പോൾ 61 years ഓൾഡായി. അന്ന് എനിക്ക് 24 years ഓൾഡായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാരി മേടിച്ച് അന്നാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ആദ്യമായിട്ട് മിണ്ടിയത്. പുള്ളി പെണ്ണ് കാണാനൊക്കെ വീട്ടിൽ വന്നപ്പോൾ, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പെണ്ണ് കാണാനൊക്കെ വീട്ടിൽ വന്നപ്പോൾ പേരൻസിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ സംസാരിച്ചൊന്നുമില്ല പുള്ളിയായിട്ട്. ഈ മന്ത്രകോടിയൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയപ്പോൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് പുള്ളി എന്നോട് ചോദിച്ചു, മന്ത്രകോടി ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇത്രയാണ്, കല്യാണത്തിന് മുമ്പ് ഇത്രയും സംസാരിച്ചിട്ടുള്ളൂ. എന്തൊരു കാലഘട്ടം അല്ലേ. നിങ്ങളിൽ ഒത്തിരി പേരും അങ്ങനെയായിരിക്കും, പ്രായമുള്ളവരൊക്കെ. അപ്പോൾ ആ സമയത്ത് വാങ്ങിയതാണ് ഈ നെക്ലസ്. പഴയ ഒരു സ്റ്റൈലാണ്. ഞാൻ 10-30 വർഷമായി ഈ നെക്ലസ്സൊക്കെ ഇട്ടിട്ടും ഈ സാരിയൊക്കെ ഉടുത്ത് നോക്കിയിട്ട്. ഇന്നാണ് ഒത്തിരി വർഷങ്ങൾ കൂടി ഞാൻ ഉടുത്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ സാരിയുടെ കഥ പറയുന്ന ചാനലല്ല കേട്ടോ. പക്ഷേ ഈ മഴ പെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ പഴയ കഥ നിങ്ങളോട് പറയണം എന്ന് തോന്നിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കട്ടെ. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കിടാനുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നമ്മൾ മുതിർന്നവരെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എല്ലാ തലമുറയിലുള്ളവരും കേട്ടിട്ടുള്ള ഒരു പഴിയാണ് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കില്ല എന്നുള്ളത്. എൻ്റെ തലമുറയിലുള്ളവരും കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ തലമുറയിലുള്ളവരും എല്ലാവരും കേൾക്കുന്നതാണ്, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല എന്ന് അല്ലേ. പക്ഷെ ഇപ്പോൾ അത് കൂടി വരികയാണ് എന്നെനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു മാറ്റമായിരിക്കാം. കുട്ടികൾ ഒരുപാട്, അവർക്ക് ടെക്നോളജിയെക്കുറിച്ച് അറിയാം, പക്ഷേ അതിന് മുമ്പുള്ള തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ ഒരുപാട് ആ ജനറേഷൻ ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് ഇന്ന് ആദരവില്ലെന്ന് മാത്രമല്ല, ചെറുപ്പക്കാർക്ക്, ഒരുപാട് പേർക്ക് മുതിർന്നവരോട് ഒരു പുച്ഛവുമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ മുതിർന്നവരെ ആദരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം.
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് തന്നെ തന്നിട്ടുള്ളവരാണ്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം അവരോട്. അതിപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കണമെന്നില്ല, നമ്മുടെ മുന്നുള്ള ജനറേഷനോട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. കാരണം ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ റോഡുകളാണെങ്കിൽ, അതുപോലെ തന്നെ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെ നിയമം, നമ്മൾ അനുഭവിക്കുന്ന ഈ ഫ്രീഡം, ഇതെല്ലാം നേടിത്തന്നത് നമ്മുടെ മുമ്പുള്ള തലമുറയാണ് അല്ലേ. ഒരു 80% നമ്മൾ അനുഭവിക്കുന്നത് അവരുടെ സാക്രിഫൈസ് കൊണ്ട് നേടിയതാണ്, അവരുടെ ആ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം. നമ്മുടെ ആ പേഴ്സണാലിറ്റിയിൽ തന്നെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുതിർന്നവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നത് അവരോടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, അതാണ് നമ്മുടെ വ്യക്തിത്വത്തെ തെളിയിക്കുന്നത്, നമ്മൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ബസ്സിൽ കയറുമ്പോഴാണെങ്കിൽ തന്നെ പ്രായമുള്ളവർക്ക് നമ്മൾ ഇനിച്ചു കൊടുക്കാറുണ്ട് സീറ്റില്ലെങ്കിൽ അല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ആര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ആദരിക്കുകയും അവരോട് താങ്ക്ഫുൾ ആയിരിക്കുകയും വേണം മുതിർന്ന തലമുറയിലുള്ളവർ. ഇതിപ്പോൾ ഞാൻ ജനറലായിട്ട് പറയുന്നതാണ് നമ്മളെക്കാളും പ്രായമുള്ള വ്യക്തികളെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനെ അത്രമാത്രം നമ്മൾ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യകതയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് പറഞ്ഞു തരുന്ന കേൾക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ. അവരുടെ ഉപദേശങ്ങളൊക്കെ കേട്ടിരിക്കാൻ ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. അവർ പറയുന്ന ഒരേ പഴയ കഥകളും അതൊന്നും നമുക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വലിയതാണ്. കാരണം അവർ ഈ പറഞ്ഞു തരുന്നത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് അല്ലേ. അവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിളോ AI-യോ നാവിഗേഷനോ ചാറ്റ് GPT-യോ ഇതൊന്നും ഉള്ള കാലമല്ല. അതൊന്നും അവർക്ക് പരിചയമില്ലെങ്കിലും അവർ ലൈഫ് മാനേജ് ചെയ്തവരാണ് അല്ലേ. അവർ എന്താണ് ഈ കൊക്കെത്ര കുളം കണ്ടതാ, അല്ലെങ്കിൽ എത്ര ഓണം ഉണ്ടതാ എന്നൊക്കെ പറയുന്ന പോലെ അവർ കണ്ട മഴയും വെയിലും അവരനുഭവിച്ച കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും ഇതൊക്കെ എത്രയോ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ അനുഭവത്തിൽ നിന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിന് എൻ്റെ ലൈഫാണ് ഏകദേശം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണല്ലോ നമ്മുടെ ലൈഫ്. അപ്പോൾ അവർക്കറിയാം എപ്പോഴാണ് നമുക്ക് വീഴ്ച വരുന്നത്, ആരാണ് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്, പാര വയ്ക്കുന്നത്, അതുപോലെ തന്നെ ലൈഫിൽ ഹാർഡ് ടൈം എങ്ങനെയാണ് അവർ തരണം ചെയ്തത് എന്നുള്ള കഥ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമ്മൾക്ക് പേരൻസുമായിട്ട് ഏറ്റവും സാമ്യമുണ്ട് അല്ലേ. പേരൻസിൻ്റെ ഒരു യങ്ങർ വേർഷനാണ് നമ്മൾ. മാത്രമല്ല ആ ചതിക്കുഴികളിൽ തന്നെയാണ്, ചിലപ്പോൾ സാഹചര്യവും കാലഘട്ടവും മാറി കാണും, പക്ഷേ അതുപോലെയുള്ള ചതിക്കുഴികളിൽ തന്നെയാണ് നമ്മുടെ വീക്ക്നെസ്സും. അതിൽ തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിലെ ആ വീക്ക്നെസ്. പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മളെ അറിയാമല്ലോ. അപ്പോൾ ആ വീക്ക്നെസ്സും ഒക്കെ അറിയുന്നത് കൊണ്ടാണ് പേരൻസ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അത് സൂക്ഷിക്കണേ, അങ്ങനെ വേണേ ചെയ്യാന്നൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിലെ ഒരു മാനുവലാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ആ മാനുവൽ പേരൻസിൽ നിന്ന് കൈപ്പറ്റാതെയാണ് ജീവിതത്തിലേക്ക് കടക്കുന്നത്. ലൈഫിൻ്റെ ഒരു മാനുവൽ പേരൻസാണ് ഈ പറഞ്ഞു തരുന്നത്. അവർ പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ അതിൻ്റെ രത്ന ചുരുക്കമാണ് അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ സെൻറ്റൻസുകളും അല്ലേ. എന്താണ് രക്തമാണോ പവിഴമാണോ നമ്മുടെ ലൈഫിൽ അത്രയും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പേരൻസ് തരുന്ന ഈ മാനുവൽ കേൾക്കാതെ നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളതാണ്. അത് കേൾക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഒരു പ്രണയ നൈരാശ്യം ഉണ്ടായാൽ മതി ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ മതി, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാതെ വന്നാൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുന്ന ആത്മഹത്യയെക്കുറിച്ചാണ്. പക്ഷേ പഴയ തലമുറകളിലുള്ളവർക്ക് അതൊന്നും അല്ല ജീവിതത്തിലെ വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവർ പലതും പറഞ്ഞു തരാൻ ശ്രമിക്കും. അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതിന് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി എക്സാം എഴുതാൻ പോകുന്നു, ആ കുട്ടി പുസ്തകം വായിക്കാതെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിന് തുല്യമാണ് പേരൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആൻറ്റി അങ്ങനെ അനുസരണയുള്ള ഒരു വ്യക്തി
ഹാപ്പി ആയിരുന്നു ആൻറ്റി ഇതൊക്കെ കേൾക്കാൻ തയ്യാറായിരുന്നു എന്ന്? തീർച്ചയായിട്ടും ഒന്നും അല്ല, അങ്ങനെ അനുസരണയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് പേരൻസ് പറയുന്നതിന് എതിരൊരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരിക്കലും നമ്മളത് കേൾക്കാതെ തലതിരിച്ച് നടന്നു പോകാനുള്ള അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ അവർ പറയുന്നത് കേട്ടു. പിന്നെ എൻ്റെ പേരൻസ് നന്നായിട്ട് സംസാരിക്കുന്നവരായിരുന്നു, നല്ല ഹാപ്പി ആയിട്ടുള്ളവരായിരുന്നു, ഒരുപാട് കഥകൾ പറയുന്നവരായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇളയ മകളാണ്. അപ്പം എൻ്റെ പേരൻസിന് കുറച്ചധികം പ്രായം ഉണ്ടായിരുന്നു, ഗ്രാൻഡ് പേരൻസ് ആവാനുള്ള പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, പ്രായമുള്ളവർ ഒരുപാട് കഥകൾ പറഞ്ഞു തരും അല്ലേ. അവരുടെ ആ ദേഷ്യവും അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, അവരുടെ ചെറുപ്പമൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ പേരൻസ് ഒരുപാട്, പ്രത്യേകിച്ച് എൻ്റെ മമ്മി ഒരുപാട് കഥകൾ, എനിക്ക് തോന്നുന്നു മമ്മിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ആർക്കും പറ്റിക്കാനോ ചതിക്കാനോ തേക്കാനോ അതുപോലെ തന്നെ ഡിസ്കറേജ് ചെയ്യാനോ പുച്ഛിക്കാനോ അതൊന്നും എന്നിൽ ഏക്കില്ലെന്നുള്ളതാണ്. കാരണം അവർ തന്ന ആ കഴിവാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് നാട്ടിൽ ചെന്നാലും അല്ലേ, പൂച്ച വീണ 4 കാലിൽ നിൽക്കുന്ന പറഞ്ഞ പോലെ നമുക്കറിയാം. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം കേരളത്തിലായിരുന്നത് കൊണ്ടും എൻ്റെ പേരൻസ് പറഞ്ഞു തന്ന കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടും തന്നെ എൻ്റെ ലൈഫിൽ ആരും എന്നെ ചതിക്കുകയോ വഞ്ചിക്കുകയോ, അതിപ്പോൾ ഞാൻ അമേരിക്കയിലല്ല ഉഗാണ്ടയിൽ പോയാലും ഞാൻ ജീവിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പഴയ തലമുറയിലുള്ളവർക്ക് അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജ്ഞാനം, പുതിയ തലമുറയിലുള്ളവർക്ക് ആ പുതുമ കാണും, എനർജി കാണും, ടെക്നോളജി അറിയായിരിക്കും. പക്ഷേ ഈ പഴയ തലമുറയിലുള്ള അവരുടെ ആ ജ്ഞാനവും അനുഭവങ്ങളും ഒക്കെ അവരിൽ നിന്ന് നിങ്ങൾ കേട്ടു പഠിക്കേണ്ടതാണ്. അതും നിങ്ങളിൽ ഉൾപ്പെടുത്തി വേണം നിങ്ങളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. നമ്മുടെ പഴയ തലമുറയെ, മുതിർന്നവരെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. സക്സസിൻ്റെ ഏറ്റവും അമൂലക്കല്ലായിട്ടുള്ളത് അതാണ്, നമ്മുടെ പ്രായമുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് ആൻറ്റിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സാരി ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷിഫോൺ സാരിയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ നൗ.